അക്രൈസ്തവ മാർഗത്തിൽ നിന്നും യേശുവിനെ അറിഞ്ഞ തിരുവനന്തപുരം ആക്കുളം സ്വദേശിയായ ബിന്ദുവിൻ്റെ അനുഭവ സാക്ഷ്യം. കണ്ണീർ നിറഞ്ഞ ജീവിത വഴികളിൽ അനുദിനം നടത്തിയ ദൈവകരുണയുടെ ആഴം ബിന്ദു നമ്മോട് പറയുമ്പോൾ നമ്മുടെ അധരങ്ങളിലും സ്തോത്രങ്ങൾ നിറയുകയാണ്. ദൈവനാമത്തിന് മഹത്വം. അനുഗ്രഹിക്കപ്പെട്ട നിമിഷത്തിനായി ഞാൻ നന്ദി കരയറ്റുന്നു. ഞാനൊരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ച ഒരു കുട്ടിയാണ്. എൻ്റെ പേര് ബിന്ദു എന്നാണ്. എൻ്റെ സ്ഥലം തിരുവനന്തപുരം ആക്കുളത്താണ്. ഞാൻ ഒത്തിരി കഷ്ടതയുടെ നടുവിൽ കൂടിയാണ് എൻ്റെ രക്ഷിതാവായ യേശുവിനെ അറിയാനിടയായത്. എൻ്റെ കുടുംബത്തിൽ വേറെ ആരും തന്നെ രക്ഷിക്കപ്പെട്ടിട്ടില്ല. ഞാൻ മാത്രമാണ് രക്ഷിക്കപ്പെട്ടത്. ഇന്ന് അവൻ്റെ സാക്ഷിയായി ഇരിക്കുവാൻ എനിക്ക് തന്ന ആ വലിയ കൃപയ്ക്കായി നന്ദി പറയുന്നു. അനേകം കഷ്ടതകളുടെ നടുവിലൂടെ ഇന്ന് ഞാൻ ജീവനുള്ള ദൈവത്തെ അറിയുന്നു. ഒത്തിരി പ്രതിസന്ധികളിലൂടെ മരണത്തോട് മല്ലടിച്ച് കിടന്ന അവസരങ്ങളിലെല്ലാം അതിൽ നിന്നെല്ലാം എൻ്റെ ദൈവം എന്നെ വിടുവിച്ച് ഇതുവരെ കൊണ്ടെത്തിച്ചു. അതുപോലെ തന്നെ ഒത്തിരി പ്രയാസങ്ങളിലും ഭാരത്താലും ദാരിദ്ര്യത്താലും കഴിഞ്ഞ ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അവനെ രക്ഷിതാവായി സ്വീകരിച്ചു കഴിഞ്ഞു. അവനിലേക്ക് വന്നു. അവൻ എൻ്റെ കരം പിടിച്ചപ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ ആ ഒരു പ്രതിസന്ധിയിൽ നിന്നും എനിക്കൊരു മാറ്റമുണ്ടായി. അതിൽ നിന്നും ഞാനിപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യാദികൾ തനിയെ ചെയ്യുവാൻ തക്കവണ്ണം ദൈവം എന്നെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. ഞാനൊരു വലിയൊരു പ്രതിസന്ധിയുടെ നടുവിലായിരുന്ന സമയത്താണ് കർത്താവ് ആരാണെന്ന് അറിയുവാനും അവനിലേക്ക് വരുവാനും എനിക്ക് അവസരമൊരുക്കിയത്. ഞാനും എൻ്റെ കുഞ്ഞും എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്ന് അറിയാതെ ഇരുന്ന അവസ്ഥയിൽ, ആരും കൈത്താങ്ങില്ലാതിരുന്ന സമയത്ത് എൻ്റെ ദൈവം രക്ഷകനായി എൻ്റെ മുന്നിൽ വന്നപ്പോൾ ഞാൻ അതുകൊണ്ട് അവനിലേക്ക് ആശ്രയം അർപ്പിച്ചു. ഇന്ന് അവനെ ഉയർത്തുവാൻ എനിക്ക് പറ്റുന്നതിന് അവൻ്റെ കരുണ ദയയാണ്. അതുപോലെ ഒരിക്കൽ ഒരു ഗാർഡൻ വർക്ക് ഞാൻ ഗാർഡൻ്റെ വർക്കാണ് ചെയ്യുന്നത്. ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഒരു മരുന്നിൻ്റെ അലർജി ഉണ്ടായി. 2019 ഒക്ടോബർ മാസം 15-ാം തീയതി കഴിഞ്ഞപ്പോൾ ഒരാഴ്ച ഞാൻ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നു. എനിക്ക് എൻ്റെ മോളെ തന്നെ തിരിച്ച് കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതിൻ്റെ നടുവിൽ ദൈവത്തോട് ഞാൻ ഒന്നേ യാചിച്ചുള്ളൂ, തിരിച്ചു വന്ന് 5 വയസ്സായി എൻ്റെ കുഞ്ഞിനെ കാണണമെന്ന്. കർത്താവ് വലിയവനാണ്. എല്ലാവരും ആശുപത്രിയിൽ കൂടി ഞാൻ മരിച്ചു പോകുമെന്ന് കരുതി. പക്ഷേ അതിൻ്റെ നടുവിൽ രക്ഷകനായി എൻ്റെ ദൈവം ഇറങ്ങി എന്നെ അവിടെ നിന്ന് വിടുവിച്ചു. അവൻ കരം പിടിച്ച് ഉയർത്തി ഇതുവരെ കൊണ്ടെത്തിച്ചു. ആ നല്ല ദൈവത്തിനായി സ്തോത്രം ചെയ്യുന്നു, നന്ദി കരയറ്റുന്നു. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിൽ വെച്ചും പല ഘട്ടങ്ങളായി എനിക്ക് ആക്സിഡൻറ്റ് ഉണ്ടായി. പക്ഷേ ഒരു പോറൽ പോലും ഏൽക്കാതെ ദൈവം എന്നെ കരുതി. ഒരിക്കൽ ഞാൻ എൻ്റെ ചർച്ചിലേക്ക് പോകുന്ന വഴി എൻ്റെ വണ്ടിയുടെ ടയറിൽ ഒരു ആണി കൊണ്ട്, പക്ഷെ ഞാൻ അറിയുന്നില്ല, തലേ ദിവസമാണ് അത് കൊണ്ടത്. പക്ഷെ ഞാൻ ചർച്ചിൽ പോകുന്ന സമയത്ത് എനിക്ക് വണ്ടി എടുക്കാൻ പറ്റുന്നില്ല. ഞാൻ വിചാരിച്ച് വേറെന്തോ, എനിക്കതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. പക്ഷെ ഞാൻ അതുകൊണ്ട് ഒത്തിരി ദൂരമുണ്ട്. ആ സഭയിലേക്ക് എനിക്ക് പോകാൻ പറ്റി. അവിടെ ചെന്ന് 1-2 പേരോട് ഞാൻ പറഞ്ഞു. അത് പോയിട്ട് കൈവച്ച് പ്രാർത്ഥിക്കാൻ എനിക്കൊരു അവസരം ദൈവം തന്നു. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ശരിക്കും ആണി എവിടെയാണോ കൊണ്ടിരിക്കുന്ന ആ ഭാഗത്താണ് എനിക്ക് കൈവയ്ക്കാൻ പറ്റിയത്. അത് ഒന്നും ചെയ്യാൻ പറ്റില്ല. വർക്ക്ഷോപ്പിൽ നിന്ന് ആരെങ്കിലും വരണം. സൺഡേ ആണ്, പിറ്റേ ദിവസം ആൾ വന്നാലേ അത് എടുക്കാൻ പറ്റുള്ളൂ. സൺഡേ ആയതുകൊണ്ട് അവധിയാണ്. എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്നറിയില്ല. പിറ്റേ ദിവസവും ഞാൻ വന്ന് തന്നെ എടുക്കണം. ആരാധന കൂടിക്കൊണ്ടിരുന്നപ്പോഴും ഞാൻ പറഞ്ഞു, കർത്താവേ, എനിക്ക് വേറെ ആരുമില്ല തുണ, അങ്ങ് മാത്രമാണ്. ഇത് വന്ന് എടുക്കണമെങ്കിൽ ഞാൻ തന്നെ വരണം. എനിക്ക് നാളെ ജോലിക്ക് പോയാലേ എൻ്റെ വീട് കഴിയുള്ളൂ. പക്ഷെ നീ തന്നെ എന്നെ കൊണ്ടുവന്നെങ്കിൽ തിരികെ കൊണ്ടുപോകണം. ആ കർത്താവ് വലിയവനാണ്. പക്ഷെ ആ വണ്ടി പലരും പറഞ്ഞ് എടുക്കരുതെന്ന്. ഞാൻ എന്നിട്ടും ആ വണ്ടി എടുത്തു. എൻ്റെ വീടിന് എത്തുന്നതിന് കുറച്ച് മുമ്പായിട്ട് ഒരു വർക്ക്ഷോപ്പ് കണ്ടു. അവിടെ കൊണ്ടുപോയാണ് പിന്നെ ഞാൻ പഞ്ചർ ഒട്ടിച്ചത്. അത്രയും വലിയ കരുണ ദൈവം എന്നോട് കാണിച്ചു. ആ ദൈവത്തിന് സ്തോത്രം, നന്ദി കരയറ്റുന്നു. അതുപോലെ പല അവസരങ്ങളിലും കൈത്താങ്ങായി നിന്ന് എന്നെ കരുതിയ ദൈവം, എന്നെ പോറ്റിയ ദൈവം, അനേകം മക്കൾക്കും അതൊരു
പ്രചോദനമായി മാറുവാൻ തക്കവണ്ണം ദൈവം എന്നെ ഇവിടെ കൊണ്ട് നിർത്തി. ഇനിയും പല കാര്യങ്ങളിലേക്കും കർത്താവ് എന്നെ വഴി നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് അവനെ ഞാൻ രക്ഷിതാവായി സ്വീകരിച്ചത് കൊണ്ടാണ്. ആ ദൈവം എന്നെ ഇന്ന് അനേകം മക്കൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുന്നു. ഓരോ ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുവാൻ തക്കവണ്ണം അവൻ എന്നെ ഉയർത്തിക്കൊണ്ടുവന്നു. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരു നേരത്തെ അന്നത്തിന് പോലും വകയില്ലാതെ, ഉടുക്കുവാൻ നല്ല വസ്ത്രങ്ങളില്ലാതെ, അതിൻ്റെ നടുവിൽ ആരും ഞങ്ങൾക്ക് വാങ്ങിച്ചു തരാനില്ല. ഇപ്പോൾ പോലും ഞാൻ ഇട്ടിരിക്കുന്ന വസ്ത്രം വേറെ ആൾക്കാരെനിക്ക് വാങ്ങി തന്നതാണ്, സ്വന്തമായിട്ട് ഞാൻ വാങ്ങിയതല്ല. പക്ഷെ അതുവരെ എന്നെ കൊണ്ടെത്തിച്ചത് എൻ്റെ ദൈവമാണ്. ആ ദൈവത്തെ നിങ്ങളും അറിയണം. നല്ലൊരുവനാണ്, രുചിച്ചറിയുവാൻ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടാവട്ടെ. എനിക്കത് മാത്രം, ആ ദൈവത്തെക്കുറിച്ച് പറഞ്ഞാലും തീരില്ല. അനേകം മക്കൾക്ക് അവൻ്റെ സാക്ഷിയാവുവാൻ ഒരുക്കണേന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ എൻ്റെ കർത്താവിനെ അറിയാൻ ഇടയായത്, ഞാനും എൻ്റെ കുഞ്ഞും കഴിയുന്ന സമയത്ത്, ഒറ്റയ്ക്ക് കഴിയുന്ന സമയത്ത് ഒരു നിവൃത്തിയുമില്ല, എനിക്കാരും സഹായിക്കാനില്ല. ആ അവസരങ്ങളിലെല്ലാം പലരുടെ മുന്നിൽ ഞാൻ പോയി കൈനീട്ടി. എൻ്റെ കുഞ്ഞിന് ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ല, അത് കൊടുക്കുവാനെല്ലാം വേണ്ടി. അങ്ങനെ പിന്നും എനിക്ക് എൻ്റെ 2 കാലിനും പ്രശ്നങ്ങളായിരുന്നു, നീരും വേദനയായി, എനിക്ക് ജോലി ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ നടുവിലെല്ലാം ഒത്തിരി ഞാൻ ഭാരപ്പെട്ടപ്പോൾ ഞാനും എൻ്റെ കുഞ്ഞും ജീവിച്ചിരിക്കണ്ടെന്ന് വരെ തോന്നി. അതിനിടയിൽ ഒരു സഹോദരി, കർത്താവ് പറഞ്ഞയച്ചതാണ്, ആ സഹോദരി വന്ന് എന്നോട് പറഞ്ഞു, ബിന്ദു ഇങ്ങനെ ഒരു കൂട്ടായ്മയുണ്ട്, കൂട്ടായ്മയിൽ പോകാമെന്ന്. ഞാൻ പറഞ്ഞു, ഇപ്പം ഞാൻ വരുന്നില്ല, ഞാൻ വന്നാൽ എൻ്റെ കുഞ്ഞിൻ്റെയും കാര്യം ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ നടുവിൽ വീണ്ടും അവരെന്നെ പല അവസരങ്ങളിലും എന്നെ വിളിച്ച്. പക്ഷെ എനിക്ക് എന്നിട്ടും പോകാനുള്ള ഒരു മടിയുണ്ടല്ല. അവസാനം ഞാനും എൻ്റെ കുഞ്ഞും പട്ടിണി കിടന്ന് മരിക്കും എന്നുള്ള ആ അവസ്ഥയിലെത്തിയപ്പോൾ കർത്താവ് തന്നെ നേരിട്ട് വന്നതുപോലെ ഒരു ദൈവദാസനിലൂടെ ഒരു ബൈബിൾ കൊടുത്തു വിടുകയും അതിൽ നിന്ന് ആ കർത്താവ് ആരാണെന്ന് അറിയുവാനും അവൻ്റെ വഴികളിലേക്ക് നടക്കുവാനും അവനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചറിയുവാനും ഞാൻ ആകാംക്ഷയോടെ പല സ്ഥലങ്ങളിലേക്കും ഞാൻ പോകുമായിരുന്നു. എവിടെ ചെന്നാലാണ് കൂടുതൽ അവനെക്കുറിച്ച് അറിയാൻ പറ്റുന്നത്, എവിടെ ചെന്നാലാണ് അവനെ കണ്ടെത്താൻ പറ്റുന്നത്. പക്ഷേ അവിടെയെല്ലാം എനിക്ക് പറ്റിയില്ല. കൊറോണ വന്നു കഴിഞ്ഞപ്പോഴാണ്, ഭവനത്തിലിരുന്നപ്പോഴാണ് കൂടുതലും ജീവനുള്ള ദൈവം ആരാണെന്ന് എനിക്കറിയാൻ പറ്റിയതും അവന് വേണ്ടി കൂടുതൽ കാര്യങ്ങൾ ചെയ്യണമെന്ന് തോന്നി, അവൻ്റെ സാക്ഷിയാവണമെന്ന് തോന്നി. അങ്ങനെ കർത്താവിനെ സ്വയം രക്ഷിതാവായി സ്വീകരിച്ച് അവൻ എന്നെ ആത്മീയ അനുഗ്രഹങ്ങളാൽ നിറച്ച് അനേകം മക്കൾക്ക് പ്രയോജനപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചു. ഇന്ന് ഒത്തിരി പേർക്ക് ഞാൻ താങ്ങാക്കി എന്നെ മാറ്റി. അതും ഞാൻ ആരും ആശ്രയമില്ലാതെ എല്ലാവരും പുച്ഛിച്ച് പുറന്തള്ളിയിട്ടിരുന്ന ഒരു വ്യക്തിയായിരുന്ന ഞാൻ ഇന്ന് എന്നെ മാനിക്കുന്ന വിധം എൻ്റെ ദൈവം എന്നെ ഉയർത്തി. അതുപോലെ ഈ അവസ്ഥയിൽ ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ നിങ്ങൾ കാണുന്ന ഓരോ വ്യക്തികളും അവനെ രക്ഷിതാവായി സ്വീകരിച്ചാൽ ഇതുപോലെ അവൻ നമ്മളെ കരം പിടിച്ച് ചേർത്ത് നിർത്തും. ഒരു മനുഷ്യന് നമ്മൾ ആശ്വസിപ്പിക്കില്ല, ഒരു മനുഷ്യന് നമ്മളെ കരുതില്ല. പക്ഷേ അതിനേക്കാളുപരി അവൻ നമ്മളെ ചേർത്ത് പിടിച്ച് അവൻ്റെ മാറോട് ചേർത്തണച്ച് നമ്മളെ ആശ്വസിപ്പിക്കും. ആ ഒരു സ്നേഹം നിങ്ങൾക്കറിയണമെങ്കിൽ യേശു ആരാണെന്ന് അറിയണം. അവൻ്റെ ആ ഒരു കരുണ നമ്മൾ അനുഭവിച്ചറിയണം. അതാണ് ഏറ്റവും വലിയ നിങ്ങൾക്കെല്ലാവർക്കും തരേണ്ടതായ ഒരു സപ്പോർട്ട്. ഇതാണ് എൻ്റെ അനുഭവം. ഒത്തിരി പേർക്ക് ഇതിൽ നിന്ന് അപ്പുറം അവസ്ഥയിൽ കടന്നു വന്നവരുണ്ട്, അതേ അവസ്ഥയിൽ നിൽക്കുന്നവരുണ്ട്. അവരെല്ലാം എൻ്റെ സാക്ഷ്യം അത് നിങ്ങൾക്കും പ്രയോജനപ്പെടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാം എൻ്റെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. എന്നെ കരുതുന്നവൻ എൻ്റെ യേശുവിന് ഞാൻ കലങ്ങുന്നില്ല. അവൻ വചനം പറയുന്നു, നിൻ്റെ ഭാരമെല്ലാം എൻ്റെ ചുമലിൽ വെച്ച് കൊള്ളുക, ഞാൻ നിൻ്റെ പാതയെല്ലാം നേരെയാക്കുന്നു. അതുപോലെ എൻ്റെ ഭാരമെല്ലാം ഞാൻ അവൻ്റെ ചുമലിൽ വെച്ചു, അവൻ എൻ്റെ പാതയെല്ലാം നേരെയാക്കിക്കൊണ്ടിരിക്കുന്നു. അതിനാൽ ഞാനിപ്പോൾ യഹോവയിൽ രസിച്ചു കൊള്ളുക. അവൻ നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹത്തെ തരുമെന്ന് പറഞ്ഞ ദൈവം എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ സാധിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. ഭൂലോകത്തിൻ്റെ അറ്റം വരെ ഒരു സാക്ഷിയായി പോകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഞാൻ പോലും അറിയാതെ ഇന്ന് ഇവിടെ വന്നിരിക്കുവാനും ഇങ്ങനെ ഒരു സാക്ഷിയാകാനും ദൈവം വഴിയൊരുക്കിയതിനായി ഞാൻ നന്ദി പറയുന്നു. എല്ലാ മഹത്വം എൻ്റെ പൊന്നുടയന്.
യേശു ക്രിസ്തുവിൻ്റെ അതിധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഞാൻ കർത്താവിനെ അറിയാനും കർത്താവിൽ രക്ഷിക്കപ്പെട്ട് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ഭവനത്തിലുള്ളവരും എൻ്റെ ചുറ്റുവട്ടത്തുള്ളവരും എല്ലാം ഒത്തിരി എനിക്കെതിരായി നിന്നു. ഞാൻ എൻ്റെ വീട്ടിൽ പ്രാർത്ഥന കൂടുമ്പോൾ അടുത്തുള്ളവരെല്ലാം എന്നെ ഒത്തിരി തെറി വിളിക്കുകയും എന്നെയും മകളെ അടിക്കുവാനും പോലീസ് സ്റ്റേഷനിൽ കയറ്റുവാനും എല്ലാം ഇടയാക്കി. പക്ഷേ അവിടെയെല്ലാം എൻ്റെ ദൈവം എന്നെ കരുതി. അവിടെയൊന്നും കർത്താവ് എന്നെ സ്റ്റേഷനിൽ പോകാൻ അനുവദിച്ചില്ല. പക്ഷെ അതിനേക്കാളുപരി എൻ്റെ ദൈവം എത്ര വലിയവനെന്നാണ്. അവൻ എന്നെ ചീത്ത പറയുകയും എന്നെ അടിക്കാൻ വന്നവരെയും എല്ലാം എൻ്റെ ഭവനത്തിൽ കൊണ്ടുവന്ന് എന്നോടൊപ്പം ഇരുന്ന് ആരാധിക്കുവാനും അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ എനിക്ക് ചെയ്യുവാനും വരെ എൻ്റെ ദൈവം വഴിയൊരുക്കി. അതുപോലെ എൻ്റെ സഹോദരങ്ങൾ എല്ലാവരും എന്നെ തള്ളി കളഞ്ഞതാണ്. അവരെല്ലാം ഇപ്പോൾ എന്നെക്കുറിച്ച് അഭിമാനിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ അവർ പറയുന്ന ഈ ഒരിത് അവർ പോലും പ്രതീക്ഷിച്ചതല്ല. ചുറ്റുവട്ടത്തുള്ളവരതുപോലെ, നാട്ടുകാരതുപോലെ, അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ എനിക്കുണ്ടായി. അതുപോലെ എൻ്റെ കുഞ്ഞിനെ എനിക്ക് പഠിപ്പിക്കാൻ ഒരു നിവർത്തിയുമില്ലായിരുന്നു. എൻ്റെ കർത്താവ് കാരണം എനിക്ക് അതിന് വേണ്ടുന്ന വഴി ഒരുക്കിയത് ഒരു അഡ്വക്കേറ്റിലൂടെയാണ്. 4ാം സ്റ്റാൻഡേർഡ് വരെ പഠിപ്പിക്കാൻ ഫ്രീ ആയിട്ട് ഫീസ് ഇതെല്ലാം തന്നു. ഇപ്പോഴും അവളുടെ കാര്യങ്ങൾ നടത്തുവാൻ എൻ്റെ കർത്താവ് ഒത്തിരി പേരെ അതിനായി നിയോഗിക്കുന്നുണ്ട്. അതുപോലെ ഞങ്ങളുടെ വഴികളിലെല്ലാം കർത്താവ് ഒത്തിരി കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് ഞങ്ങളെ നയിക്കുന്നുണ്ട്. ഒരുപാട് പേരെ എനിക്ക് കർത്താവിലേക്ക് കൊണ്ടുവരുവാനും പറ്റി. ഇതുപോലെ അനേകം പേരെ എനിക്ക് കർത്താവിലേക്ക് അടുപ്പിക്കുവാൻ ആഗ്രഹമുണ്ട്. അതിനായി ദൈവം ഇനി അതുപോലുള്ള അവസരങ്ങളെ ഒരുക്കും. പലരുടെ മുന്നിലും എനിക്ക് സാക്ഷിയായി നിൽക്കുവാനും എന്നെ വഴിയൊരുക്കും. അതിനായി ഞാൻ നന്ദി പറയുന്നു. ജീവനുള്ള ദൈവത്തെ ബിന്ദു അടുത്തറിഞ്ഞത് കൊറോണ കാലഘട്ടത്തിലാണ്. ദൈവത്തെ സത്യസന്ധമായി അന്വേഷിക്കുന്നവർക്ക് തുറക്കുന്ന കൃപയുടെ വലിയ വാതിലുകൾ. എൻ്റെ മോൾക്ക് 5 വയസ്സുള്ളപ്പം ശ്വാസം മുട്ടലുണ്ടായിരുന്നു. അതിശക്തമായ ശ്വാസം മുട്ടൽ. മഴയായിരുന്നു. ആ സമയത്ത് ഞാൻ ഹോസ്പിറ്റലിൽ എടുത്തുകൊണ്ട് പോയി. പക്ഷെ അവിടെ കൊണ്ടുവന്നു അവർ അലക്ഷ്യമായിട്ടാണ് നോക്കിയത് എന്നെ. എന്നുവെച്ചാൽ നമ്മൾ പാവപ്പെട്ടവരല്ലേ, അത് കാരണം വേറെ ആരും ഇല്ലായിരുന്നു. കൊച്ചിന് നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയോ ഒന്നും ചെയ്തില്ല. പക്ഷെ അവൾക്ക് അസുഖം മൂർച്ഛിച്ചതല്ലാതെ അത് കുറഞ്ഞു വന്നില്ല. അവിടെ നിന്ന് അവസാനം എനിക്ക് കർത്താവല്ലാതെ വേറെ ആരുമില്ലായിരുന്നു. കർത്താവിൽ ആശ്രയം അർപ്പിച്ച് ഞാൻ അവനിലോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചു. കർത്താവ് പതിയെ പതിയെ അതിനൊരു മാറ്റം വന്നു തുടങ്ങി. എന്നാലും 3 ദിവസം അവൾ ICUലായിരുന്നു. എന്നിട്ടും ഒരു മാറ്റം ഉണ്ടായില്ല. അവസാനം ദൈവത്തിൻ്റെ ദൂതനെ പോലെ പലരും അവിടെ വന്ന് എൻ്റെ കുഞ്ഞിന് വേണ്ടി പ്രയർ ചെയ്തു. അതിൽ നിന്ന് എൻ്റെ കുഞ്ഞിനെ ദൈവം വിടിവിച്ച് അവൾക്ക് അന്ന് ആ ഒരു അവസ്ഥയിൽ 5 വയസ്സിൽ വന്ന ആ ശ്വാസം മുട്ട് പിന്നെ ഇപ്പോൾ 12 വയസ്സ് കഴിഞ്ഞ് ഇതുവരെയ്ക്കും എൻ്റെ കുഞ്ഞിന് പിന്നെ വന്നിട്ടില്ല. അങ്ങനെ എൻ്റെ കുഞ്ഞിന് അത് ആ ഒരു അവസ്ഥയിൽ നിന്ന് വിടിവിച്ച്. അതുപോലെ എനിക്ക് 1 വർഷത്തോളം എനിക്ക് ശ്വാസം മുട്ടുണ്ടായിരുന്നു. പല ഡോക്ടർമാരെയും കാണിച്ച് പല മരുന്നും കഴിച്ച് പരിചയമുള്ള ഡോക്ടർമാരെ എല്ലാം. പക്ഷെ ഒരു കുറവും ഉണ്ടായില്ല. അത് കാരണം എനിക്ക് ജോലിക്ക് പോകാനോ ഒന്നിനും പറ്റിയില്ല. എനിക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു. വീട്ടിൽ വലിയ പ്രതിസന്ധിയല്ലായിരുന്നു. പക്ഷെ അതിൻ്റെ നടുവിലും നിരന്തരം ദൈവത്തോടിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അവനെന്നെ അതിൽ നിന്ന് പൂർണ്ണമായിട്ടും എന്നെ വിടുവിച്ച്. അതുപോലെ പല അവസ്ഥകളെന്ന് പറഞ്ഞാൽ രോഗാവസ്ഥയിൽ തന്നെ 2 കാലിന് നീര്, വർഷങ്ങൾ കൊണ്ടുള്ള നീര്, നിന്നാൽ നിൽക്കാൻ പറ്റില്ല, നടക്കാൻ പറ്റില്ല, കാലിൻ്റെ പാദത്തിൽ നീരിറങ്ങുന്ന പല ഡോക്ടർമാരും പല കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ ഒന്നിനും എനിക്ക് സൗഖ്യം തന്നില്ലെന്ന് പറഞ്ഞ് നിരങ്ങുന്ന ഒരു സ്റ്റേജ് വരെ ഉണ്ടായി. പക്ഷെ അതിൻ്റെ നടുവിലും എന്നെ കരുതിയ ഒരു ദൈവം ഉണ്ടായിരുന്നു. ആ ദൈവമാണ് എൻ്റെ കാലിൻ്റെ ബ്ലഡ് ഓട്ടത്തെ മാറ്റി ഇപ്പോൾ എനിക്ക് പൂർണ്ണ ആരോഗ്യം തന്ന് എന്നെ വഴി നടത്തുന്നത്. ആ ദൈവത്തെ നിങ്ങളും അറിയണം, രുചിച്ചറിയണം. അത് നമ്മുടെ രോഗികളുടെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. അവനെ നമ്മൾ മുറുകെ പിടിച്ചാൽ അവനിൽ രക്ഷ പ്രാപിക്കും. അവൻ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. എൻ്റെ കുടുംബത്തിൽ പല അപകടങ്ങളും നടക്കാൻ പോയായിരുന്നു. എൻ്റെ സഹോദരന് വലിയൊരു ആക്സിഡൻറ്റ് നടന്നു. പക്ഷെ അത് ഹോസ്പിറ്റലായി. എന്നിട്ട് മുട്ടിന്
ഒരു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ് അത് എൻ്റെ കർത്താവിനെ പുച്ഛിച്ച് പുറന്തള്ളിയ സഹോദരനാണ്. പക്ഷേ എൻ്റെ ദൈവത്തിൻ്റെ മഹത്വം അവിടെയും വെളിപ്പെട്ട് വന്നിരുന്ന് TV ചാനലിലൂടെ പ്രസംഗങ്ങൾ കേൾക്കുകയും അങ്ങനെ പ്രാർത്ഥിക്കുകയും ഒത്തിരി വിടുതൽ നടക്കുകയും കർത്താവിൻ്റെ കൃപയാൽ ആ ഓപ്പറേഷൻ മാറ്റിവെക്കുകയും ചെയ്തു. ഇപ്പോൾ ചെറിയൊരു ഏറ്റക്കുറച്ചിലുണ്ടെങ്കിലും അങ്ങനെ അത് നടക്കുവാൻ പറ്റുന്നുണ്ട്. അത് വലിയൊരു കൃപയാണ്. അതുപോലെ തന്നെ ഒത്തിരി കാര്യങ്ങൾ എൻ്റെ ഭവനത്തിൽ ചെയ്ത്, എൻ്റെ സഹോദരങ്ങളിൽ ചെയ്ത് മാറ്റം. എൻ്റെ ഒരു സഹോദരൻ നിരന്തരം മദ്യപാനിയായിരുന്നു. അതിൽ നിന്ന് വീട്ടിൽ ഒത്തിരി ബഹളമായിരുന്നു. ആ കുടുംബം തന്നെ ഛന്നഭിന്നമായി പോയി. അതിൻ്റെ നടുവിലും എൻ്റെ ദൈവം ആ കുടുംബത്തെ കൂട്ടി വരുത്തി. പ്രാർത്ഥനയാണ്. ഇപ്പോൾ മദ്യപാനമില്ല. അതേ ലെവലിൽ തന്നെയാണ് എൻ്റെ ഇളയ സഹോദരനും ആ കുടുംബവും. ഇതുപോലെ മദ്യപാനത്തിന് അടിമയായിരുന്നു. വീട്ടിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളുമായിരുന്നു. 2 പെൺമക്കളുണ്ടായിരുന്നു. അവരുടെ ഇഷ്ടത്തിന് അവർ കല്യാണം കഴിച്ചു. പക്ഷേ എന്നിട്ടും ആ കുടുംബം നേരെയായി പോയില്ല. കർത്താവിൻ്റെ പ്രാർത്ഥനയിൽ കർത്താവ് തന്നെ അവിടെയും മാനസാന്തരം കൊടുത്ത് ഇപ്പോൾ വലിയ പ്രതിസന്ധികളില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട്. എല്ലാം ദൈവത്തിൻ്റെ കരുതലും കരുണയും കൃപയുമാണ്. ഈ ഒരു സാക്ഷിയായി ഇരിക്കുവാൻ തന്നെ തന്ന ആ കൃപയ്ക്കായി ഞാൻ നന്ദി പറയുന്നു. യെശയ്യാ 58:11 വചനം അത് അനേക മക്കൾക്ക് പ്രയോജനപ്പെടും. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇപ്പോഴും എപ്പോഴും ആ വചനമാണ് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത്. യഹോവ എല്ലായ്പ്പോഴും വരണ്ട നിലത്ത് വിശപ്പടക്കി അസ്ഥികളെ ബലപ്പെടുത്തി നീ നനവുള്ള തോട്ടം പോലെ വെള്ളം പറ്റാത്ത നീരുറവ പോലെ ആയിരിക്കുമെന്ന് പറയുന്ന ആ വചനം അനേക മക്കൾക്ക് വരണ്ട അവസ്ഥയിലായിരിക്കുന്ന ആ അവസ്ഥയിൽ നിന്ന് വിടുവിക്കുവാൻ ശക്തനായ ഒരു വാക്യമാണത്. എന്നെ പല വരണ്ട അവസ്ഥയിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും എൻ്റെ വീട്ടിലെ ദാരിദ്ര്യത്തിൽ നിന്നും കടഭാരത്തിൽ നിന്നും എല്ലാം വിടുവിക്കുന്ന ഒരു വചനമാണ്. അത് അനേക മക്കൾക്ക് പ്രയോജനപ്പെടുന്നുണ്ട്. അനേക മക്കൾക്ക് വിടുതൽ നടക്കുന്നുണ്ട്. ആ വചനം നമ്മൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഭവനത്തിലെ എല്ലാ പ്രതിസന്ധികളും നീങ്ങും. അതുപോലെ തന്നെ അത് യിരെമ്യാവിൻ്റെ 33:3 വചനം പറയുന്നു, എന്നെ വിളിച്ച് അപേക്ഷിക്കുക, ഞാൻ നീ അറിയാത്ത മഹത്തായ അഹോദരമായ കാര്യങ്ങളെ അറിയിക്കുമെന്ന്. അതായത് നമുക്ക് ഒന്നും അറിയില്ല, നമ്മൾ ഒന്നുമല്ല. പക്ഷെ നമുക്ക് അറിയാത്ത കാര്യങ്ങളെല്ലാം ദൈവം നമുക്ക് വേണ്ടി എന്താണ് മറഞ്ഞിരിക്കുന്ന ആ കാര്യങ്ങളെ വരെ വെളിപ്പെടുത്തി തരുന്നതാണ് ആ വചനം. അതുപോയിട്ട് ഏത് പ്രതിസന്ധിയുടെ നടുവിലും നമുക്ക് ഒന്നും നടക്കില്ല എന്ന് നമ്മൾ വിചാരിക്കുന്നതിൻ്റെ നടുവിലും ഒരു പ്രതീക്ഷയില്ലാതിരിക്കുന്നതിൻ്റെ മധ്യേ ആ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ സ്ഥിതിക്ക് മാറ്റം വന്ന്, എൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വന്ന്, എൻ്റെ സാമ്പത്തിക ഞെരുക്കത്തിന് വിടുതൽ വന്ന്, അങ്ങനെ പല കാര്യങ്ങളും ആ വചനപ്രകാരം എനിക്ക് നടന്നു കഴിഞ്ഞു. ഈ 2 വചനവും എന്നെ ഒത്തിരി ആ കാര്യങ്ങളിൽ നിന്നും വിടുവിച്ചും എനിക്ക് ഉയർച്ച തന്നുകൊണ്ടിരിക്കുന്ന വചനമാണ്. ഈ വചനം നിങ്ങൾക്കും അതുപോലെ ഒരു പ്രചോദനമായി മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആ എല്ലാ നന്മകളും ആ വചനപ്രകാരം നിങ്ങൾക്ക് ലഭിക്കട്ടെ. എല്ലാം എൻ്റെ പൊന്നു ഉടയവൻ്റെ കൃപയാൽ തന്നെ അങ്ങനെ സംഭവിച്ചതിനായി ഞാൻ നന്ദി പറയുന്നു. എല്ലാ മഹത്വവും എൻ്റെ പൊന്നുടയവന്. ഞാനിപ്പോൾ ചെയ്യുന്നത്, എനിക്ക് ചെറിയൊരു ജോലിയുണ്ട്. ചെറിയ ജോലി എന്ന് പറയാൻ വെയിലത്ത് നിന്ന് ഞാൻ കഷ്ടപ്പെടുന്നതാണ്. അതായത് ഗാർഡൻ്റെ വർക്ക്. അത് പല വീടുകളിലും പല ഓഫീസുകളിലും പല സ്ഥലങ്ങളിലും ഞാൻ പോയി കഷ്ടപ്പെടുന്നു. അത് മാത്രമല്ല, ഞാൻ വീട്ടു ജോലിയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒത്തിരി കഷ്ടതയിൽ കൂടെയാണ് ഞാനിപ്പോൾ പോകുന്നതെങ്കിലും പക്ഷെ ദൈവത്തെ ഉയർത്തുവാൻ കിട്ടുന്ന സമയമെല്ലാം ഞാൻ ഉയർത്തുന്നുണ്ട്. അതിനേക്കാൾ ഉപരി ഞാനിപ്പോൾ കർത്താവിൻ്റെ വേല ചെയ്യുന്ന ഒരു മകളായി മാറിയിരിക്കുകയാണ്. അനേക മക്കൾക്ക് കർത്താവ് എന്നെ പ്രയോജനപ്പെടുത്തി. ഒത്തിരി കാര്യങ്ങൾ എന്നിലൂടെ കർത്താവ് ചെയ്ത് അനേകം പേരെ സൗഖ്യമാക്കി, വിടുതൽ നടത്തി, സാമ്പത്തിക വിടുതൽ കൊടുത്തു, രോഗത്തിൽ നിന്ന് മുക്തി നേടി. ഒരിക്കലും ചെവി കേൾക്കില്ല എന്ന് പറഞ്ഞെടുത്ത് പോലും കർത്താവ് എന്നിലൂടെ പ്രവർത്തിച്ച് കേൾവി ശക്തി കൊടുത്തു. കിടക്കയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. എന്ന് വെച്ചാൽ ഡോക്ടർമാർ കൈയൊഴിഞ്ഞ കേസ് വരെ കർത്താവ് അതിൽ നിന്ന് വിടുവിച്ചു. ഒരു 5 മാസം ഒരേ കിടപ്പ് കിടന്ന ഒരമ്മയെ, നാഗർകോവിലുള്ള മീനാവ് മേരി എന്ന് പറയുന്ന അമ്മയെ എൻ്റെ കർത്താവ് എൻ്റെ ഭവനത്തിലിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ കർത്താവ് അവിടെ അവരെ വിടുവിച്ച്. ആ 5 ദിവസം കഴിഞ്ഞപ്പോൾ അവർ വാക്കർ ഉപയോഗിച്ച് നടക്കാൻ തുടങ്ങി. 7-ാം നാൾ വാക്കർ മാറ്റിയിട്ട് അവർ ബാത്റൂമിൽ പോകാനുള്ള ഇടവരുത്തി.
അതുപോലെ തന്നെ സീതാലക്ഷ്മി അമ്മ എന്ന് പറയുന്ന അമ്മ കേൾവി നഷ്ടപ്പെട്ടതാണ്, ഇൻഫെക്ഷനായി. അതിൻ്റെ നടുവിൽ 3-ാം നാൾ ആ കേൾവി ശക്തി തിരികെ കൊടുത്ത്. അതുപോലെ കർത്താവ് ഇന്ന് അനേക മക്കൾക്ക് ഒന്നുമല്ലാത്ത ദാരിദ്ര്യത്തിൽ കിടന്ന് കഴിഞ്ഞ, ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത എന്നെ ഇപ്പോൾ മാനിച്ച് ഉയർത്തിക്കൊണ്ടുവരുന്നു. പലരുടെയും നടുവിൽ ഇരിക്കുവാൻ തക്കവണ്ണം എന്നെ ഉയർത്തി. അതുപോലെ ഇതേ അവസ്ഥയിൽ കഴിയുന്ന അനേകം പേരുണ്ട്. അവരും എൻ്റെ കർത്താവിലേക്ക് വന്നാൽ ഇതുപോലെ അവരെയും എൻ്റെ കർത്താവ് ഉയർത്തി മാനിക്കും. അവരെയും കൈവിടാതെ കരം പിടിച്ച് അവൻ നടത്തും. വിളിച്ച ദൈവം വിശ്വസ്തനാണ്, വാക്കുമാറാത്തവനാണ്. വിശ്വാസത്തിന് നായകനും പൂർത്തീകരിക്കുന്നതിനുമായ യേശുവിനെ നോക്കുക. അവൻ നിങ്ങളുടെ രക്ഷകനാകട്ടെ. എല്ലാ നന്മകളാലും നിറയ്ക്കട്ടെ. വരണ്ട നിലങ്ങളിലേക്ക് കൃപയുടെ നീർച്ചാലുകൾ പകരുന്ന ദൈവം ബിന്ദുവിൻ്റെ സാഹചര്യങ്ങളെ മാറ്റി. അന്ന് ഈ സഹോദരിയെ എതിർത്ത പലരും ഇന്ന് ക്രിസ്തുവിൻ്റെ സാക്ഷികളാണ്.